ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഹെവി ചെയിൻ സ്റ്റിച്ചും എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി 5 സ്റ്റിച്ച് പഠിച്ചു കഴിഞ്ഞു. ഹെമ്മിങ് സ്റ്റിച്ച്, റണ്ണിങ് സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ച്, അൺഈവൻ സ്റ്റിച്ചും ഈവൻ സ്റ്റിച്ചും. ഇനി പഠിക്കാൻ പോകുന്നതാണ് ചെയിൻ സ്റ്റിച്ചും ഹെവി ചെയിൻ സ്റ്റിച്ചും. സ്റ്റിച്ച് ബോർഡിൽ 2 ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഏതാണ് ചെയ്യാൻ പോകുന്ന സ്റ്റിച്ച് അതിൻ്റെ പേര് എഴുതി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ത്രെഡ് എടുക്കുക. 3 ലെയർ ആയിട്ടാണ് ത്രെഡ് എടുക്കുന്നത്. നീഡിൽ എടുത്തിരിക്കുന്നത് മുന്നേ ചെയ്ത സെയിം നീഡിൽ തന്നെയാണ്. ത്രെഡിൻ്റെ അറ്റത്ത് നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നീഡിൽ ഇതുപോലെ താഴെ നിന്ന് മുകളിലോട്ട് കൊണ്ടുവരിക. അതിനുശേഷം നീഡിലോട്ട് ത്രെഡ് ഒരു ചുറ്റിയിട്ട് വലിച്ചു കൊടുക്കാം. നിങ്ങൾക്കത് വീഡിയോ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ത്രെഡ് വലിച്ചു കൊടുക്കുമ്പോൾ വളരെ പതുക്കെ വേണം വലിക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ വേഗത്തിൽ വലിച്ചു കഴിഞ്ഞാൽ കെട്ടി വീഴാൻ സാധ്യതയുണ്ട്. ഈ ഒരു സ്റ്റിച്ച് വന്നതിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് നീഡിൽ അടുത്തത് കുത്തിയെടുക്കുന്നത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ അല്പം കുത്തിയിട്ട് മുകളിലേക്ക് നീഡിൽ കൊണ്ടുവന്ന് ത്രെഡ് കൊണ്ടൊരു ചുറ്റ് കൊടുത്തിട്ട് വലിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഈ ലൈന് വരച്ചതിൻ്റെ എൻഡ് വരെയും നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ സ്റ്റിച്ചുമായിട്ട് ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഹെവി ചെയിൻ സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ചും ഹെവി ചെയിൻ സ്റ്റിച്ചും സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. എടുക്കുന്ന ത്രെഡിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ഇത്ര വരെയും നമ്മൾ ചെയ്തത് 3 ലെയറിലാണ്. ഇനി ചെയ്യാൻ പോകുന്ന ഹെവി ചെയിൻ സ്റ്റിച്ച് 6 ലെയറിലാണ് ചെയ്യുന്നത്. അതായത് ഒരു ത്രെഡ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുകയാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ നീഡിൽ താഴെ നിന്ന് മുകളിലോട്ട് കൊണ്ടുവരിക. അല്പം ക്ലോത്തിൽ കുത്തിയിട്ട് എടുത്തതിന് ശേഷം ത്രെഡ് നീഡിൽ ചുറ്റി കൊടുത്തിട്ട് വലിച്ചു കൊടുക്കാം. ചെയിൻ സ്റ്റിച്ചും ഹെവി ചെയിൻ സ്റ്റിച്ചും സെയിം തന്നെയാണ്. അതിൽ എടുക്കുന്ന ത്രെഡ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഒന്നിൽ 3 ലെയറാണ് എടുക്കുന്നത്, ഒന്നിൽ ആ ത്രെഡ് കംപ്ലീറ്റ് ആയിട്ട് അതായത് 6 ലെയറും എടുക്കുകയാണ്. ഹെവി ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക്